നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇഡി റെയ്ഡിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണിതെന്നും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല. കോടതി അനുവദിച്ച കേസിൽ അന്വേഷണം തടയില്ലെന്നും മുഖ്യമന്ത്രി. CMRL എക്സാലോജിക് ഇടപാടിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്ന ഇഡി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്താനുള്ള തെളിവുകളുണ്ടെന്നും ഇഡി. കൊരട്ടിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. വാർത്തകൾ വിശദമായി. ഇഡി റെയ്ഡിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തരണമെന്നും ഒളിച്ചോടുന്ന ആളല്ല താനെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മോദിയെ കണ്ടതിന് പിന്നാലെയാണ് ഇഡി റെയ്ഡ് നടന്നതെന്ന ആരോപണം പരിഹസിച്ചു തള്ളുകയും ചെയ്തു. ഇഡി റെയ്ഡിൽ എല്ലായിടത്തും വെച്ച് തന്നെ ചോദ്യം ചെയ്തു. ഇതിനിടെ മുഖത്ത് മൈക്ക് വന്ന് അടിക്കുകയും ചെയ്തു. താൻ ഒളിച്ചോടുന്ന ആളല്ല, മറുപടി എപ്പോൾ പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണിതെന്നും സംസ്ഥാന സർക്കാരിന് ഒരു ഉത്തരവാദിത്തവും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇഡി റെയ്ഡ് നടത്തുന്നത് സംബന്ധിച്ച് പോലീസിനെ അറിയിച്ചിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ക്രമസമാധാന ലംഘനമാണ്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. 4 കൊല്ലം മുൻപുണ്ടായ കേസാണ്. ഇഡി ആ സമയത്ത് ഒന്നും ചെയ്തില്ല. അതിൽ പരാതിപ്പെട്ടവരാണ് UDF. രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുകയാണ് പിണറായി വിജയൻ ചെയ്തത്. രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ചത്. അന്വേഷണം നടത്തിയതിനെ വിമർശിക്കില്ലെന്നും കോടതി അനുവദിച്ച കേസിൽ അന്വേഷണം തടയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണ്? ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്തത് എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാർ തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സർക്കാരും ലോക്ഭവനും തമ്മിൽ കല്ലുകടി. ഗവർണറെ നിയമസഭയിലേക്ക് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി വന്ദേമാതരം മുഴുവൻ വായിക്കണമെന്ന നിർദ്ദേശം സർക്കാർ തള്ളി. കേരള പോലീസിന്റെ വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രം വായിച്ചു നിർത്തി. ഇന്നലെ റിഹേഴ്സൽ കണ്ടപ്പോൾ തന്നെ വന്ദേമാതരം മുഴുവൻ പാടാൻ ലോക്ഭവൻ നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ ഗവർണറുടെയും ലോക്ഭവന്റെയും തുടർ നീക്കം എന്താകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. അതേസമയം ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്നും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും എക്സൈസ് നയത്തിൽ മാറ്റം വരുത്തുമെന്നും സംയോജിത ഗതാഗത സംവിധാനം നടപ്പാക്കുന്നതുമടക്കം പ്രഖ്യാപനങ്ങളുണ്ടായി. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തും. അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കും. ഉദ്യോഗസ്ഥലത്തിൽ ക്രിയാത്മകതയും കാര്യക്ഷമതയും ഉറപ്പാക്കും. മതനിരപേക്ഷതയ്ക്ക് മുൻതൂക്കം നൽകും. സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രമിറക്കും. സാമ്പത്തിക സ്ഥിതിയിൽ ജനങ്ങൾക്ക് വ്യക്തമായ ചിത്രം നൽകും. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കും. വനിതാ കർഷകരുടെ കൺസോർഷ്യം ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കും. മണ്ണ് പരിശോധനയ്ക്ക് ശാസ്ത്രീയ സംവിധാനം കൊണ്ടുവരും. സുഗന്ധവ്യഞ്ജന പാർക്കുകളും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയും നടപ്പാക്കുമെന്നും പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ സുപ്രധാന പ്രഖ്യാപനം. വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസത്തെ ആർത്തവ അവധി നൽകുമെന്ന് അറിയിപ്പ്. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ഗവർണർ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിന്റെ ആസ്ഥാനങ്ങളാക്കും. എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് +1 സീറ്റ് അനുവദിക്കുമെന്നും ഗവർണർ പ്രസംഗത്തിൽ വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാടിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്ന ഇഡി. കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡുകളിലാണ് തെളിവുകൾ ലഭിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്താനുള്ള തെളിവുകൾ ഉണ്ടെന്നും ഇഡി പറയുന്നു. ഇക്കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കും. മറുപടി ലഭിച്ച ശേഷം വീണയ്ക്ക് നോട്ടീസ് നൽകും.
ഡയറിയിലുള്ള മറ്റ് പേരുകളെ കേന്ദ്രീകരിച്ച് തെളിവ് ശേഖരണം ആരംഭിച്ചുവെന്നും ഇഡി പറയുന്നു. അതേസമയം അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഉടൻ അപ്പീൽ നൽകി മാസപ്പടി കേസിൽ അന്വേഷണം വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് ഇഡി. കണ്ടെത്തിയ ബാങ്ക് വിവരങ്ങളിൽ പരിശോധന തുടങ്ങി. വീണയുടെ പിടിച്ചെടുത്ത ഫോണും കർത്തിയുടെ ലാപ്ടോപ്പും അടക്കം വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. അതേസമയം പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയ ഇഡി സംഘത്തെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ CPM പ്രവർത്തകരെ ഇന്ന് റിമാൻഡ് ചെയ്യും. 18 CPM പ്രവർത്തകരാണ് ആക്രമണ കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. കൊരട്ടിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ വലതുവശത്തേക്ക് തിരിക്കുന്നതിനിടയിൽ പുറകിൽ നിന്ന് വന്നിരുന്ന ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ചങ്ങരംകുളം മാന്തടം സ്വദേശികളായ 3 പേർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആദ്യം പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. അപകടത്തിൽ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ കൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്കൻ മധ്യ കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ദിവസത്തിനകം കാലവർഷം ലക്ഷദ്വീപിൽ എത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM സംഘടിപ്പിച്ച പ്രകടനത്തിൽ കോൺഗ്രസിന്റെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ചൂണ്ടൽ സെന്റർ ചുറ്റിയ പ്രതിഷേധ പ്രകടനം ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ആന്റോ പോൾ, P ബാലചന്ദ്രൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ധനേഷ് ചുള്ളിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളായ I വേണുഗോപാൽ, ഫ്രാൻസിസ് ചൂണ്ടൽ, ജോയ് കേച്ചേരി, ജോസഫ് തലക്കോട്ടുകര തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം നടന്ന ED റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യമർപ്പിച്ച് സ്ഥാപിച്ച പ്രചരണ ബോർഡുകൾ ഉൾപ്പെടെ CPIM പ്രവർത്തകർ നശിപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ എന്ന മുദ്രാവാക്യമുയർത്തി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലകളില്ലാത്തതുപോലെ RSSനെയും BJPയെയും CPM എന്തിനാണ് പേടിക്കുന്നത്? ആരാണ് ഇതിലെ അഴിമതിക്കാരൻ? 2 പേരാണ് വന്നിരിക്കുന്നത്. ഒന്ന് തായ്ക്കണ്ടി വീണ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകളും മറ്റൊന്ന് കരിമണൽ കമ്പനിയുടെ MD-ആയ കരിമണൽ കർത്ത എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സമൂഹം വിളിക്കുന്ന ശശിധരൻ കർത്ത. ആരാണ് ശശിധരൻ കർത്ത? ശശിധരൻ കർത്തയുടെ ബന്ധം അന്വേഷിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ അത് ആലുവയിലും അതുപോലെ തിരുവനന്തപുരത്തും ഒതുങ്ങില്ല, അത് ചൂണ്ടലിലും മണലൂരും എത്തിച്ചേരുകയാണ്. പുന്നേർകുളം പഞ്ചായത്ത് 6-ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. 75 കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ നോട്ട് ബുക്കുകളാണ് നൽകിയത്. അൻസാർ കോളേജിൽ നടന്ന ചടങ്ങിൽ പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ നദീറ ഷെരീഫ്, ബ്ലോക്ക് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ബാബു, 6-ാം വാർഡ് UDF പാർട്ടി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബാലവേദി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ചിത്രകലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CV ശ്രീരാമൻ സ്മാരക ഹാളിൽ നടന്ന ക്യാമ്പ് CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടലാത്ത ഉദ്ഘാടനം ചെയ്തു. വരയും വർത്തമാനവും എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പിൽ ചിത്രകലാ അധ്യാപകൻ ബാലൻ മാസ്റ്റർ ചാലിശ്ശേരി ചിത്രകലയിൽ ക്ലാസുകൾ നയിച്ചു. ബാലവേദി ജില്ലാ ചെയർമാൻ ഷാജി കാക്കുശ്ശേരി കുട്ടികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ചടങ്ങിൽ CPI ജില്ലാ കൌൺസിൽ അംഗം KT ഷാജൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി PK രവീന്ദ്രൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം TP ജോസഫ്, ലോക്കൽ സെക്രട്ടറി രഞ്ജൻ മാത്യു എന്നിവർ സംസാരിച്ചു. ബബിത ഫിലോ, പ്രകാശൻ, PK അശോകൻ, സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മഴക്കാലത്തിന്റെ വരവോടെ കേരളത്തിലെ നീർത്തടങ്ങളിൽ പക്ഷികളുടെ ആരവം കൂടി. വിസിൽ പോലുള്ള ശബ്ദത്തോടെ കൂട്ടമായി പറന്നിറങ്ങുന്ന ചെറിയ ചൂളൻ എരണ്ടകൾ നഗരങ്ങളിലെ പാർക്കുകളിലും തടാകങ്ങളിലും ഫാം കുളങ്ങളിലും പാടശേഖരങ്ങളിലുമെല്ലാം നിർഭയമായി വിഹരിക്കുകയാണ്.
കേരളത്തിൽ പക്ഷിവേട്ട മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞതാണ് ഈ പക്ഷികൾക്ക് മനുഷ്യ സാന്നിധ്യത്തിൽ കൂടുതൽ ആത്മവിശ്വാസം പകർന്നത്. തങ്ങളെ ഉപദ്രവിക്കാത്ത മനുഷ്യരെ ഇപ്പോൾ ഇവ ഒരു ഭീഷണിയായി കാണുന്നില്ല. ശാസ്ത്രീയമായി ഹാബിച്വേഷൻ എന്ന് വിളിക്കുന്ന പെരുമാറ്റമാറ്റം മനുഷ്യരുമായി ഇണങ്ങാൻ പക്ഷികൾ പഠിച്ചു തുടങ്ങിയെന്നതിന്റെ തെളിവാണ്. പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലെ ചതുപ്പുകളേക്കാൾ ഇവയ്ക്കിപ്പോൾ നഗരങ്ങളിലെ ജലാശയങ്ങളാണ് സുരക്ഷിതമായി തോന്നുന്നത്. വേട്ടക്കാരുടെ കുറവും സ്ഥിരമായ ജലസാന്നിധ്യവും മനുഷ്യരുടെ സാന്നിധ്യവും കാരണം ഇരപിടിയൻ ജീവികൾ അകന്നു നിൽക്കുന്നതും അവയ്ക്ക് ഇവിടം കൂടുതൽ സുരക്ഷ നൽകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ആളുകൾ പക്ഷികൾക്ക് നൽകുന്ന ഭക്ഷണവും ഇവയെ മനുഷ്യരിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. അരിയും ധാന്യങ്ങളും മറ്റും നൽകുന്നത് പക്ഷികൾക്ക് ഭക്ഷണ ലഭ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും ബ്രെഡ് പോലുള്ള കൃത്രിമ ഭക്ഷണങ്ങൾ പക്ഷികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രകൃതിദത്തമായ ചതുപ്പുനിലങ്ങളുടെ ലഭ്യതയിൽ വരുന്ന മാറ്റങ്ങളും പക്ഷികളെ ജനവാസ മേഖലയോട് ചേർന്നുള്ള ജലാശയങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഈ പക്ഷികൾ മനുഷ്യരെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് മനുഷ്യ സാന്നിധ്യം തങ്ങൾക്ക് അപകടകരമല്ലെന്ന് അവ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ അടുപ്പം സാധ്യമായതെന്ന് പക്ഷി നിരീക്ഷകർ പറയുന്നു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റിൻഷ ഷെറിനെ കേരള പ്രകൃതി സംരക്ഷണ സംഘം ആദരിച്ചു. സാമൂഹിക പ്രവർത്തകൻ കരീം പന്നിത്തടം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കേരള പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് കോർഡിനേറ്റർ ഷാജി തോമസ് വൃക്ഷത്തൈ കൈമാറി. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഡെന്നിസ് മങ്ങാട്, യൂത്ത് വിംഗ് ജില്ലാ കമ്മിറ്റി അംഗം NM വിഷ്ണു എന്നിവർ പങ്കെടുത്തു. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ റഫീഖ് കടവല്ലൂരിന്റെ മകളാണ് റിൻഷ ഷെറിൻ. സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ നിർദ്ദേശമനുസരിച്ച് വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാല വായനക്കളരിയുടെ ഭാഗമായി നാടൻ പാട്ട് ശില്പശാല നടത്തി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം വിജിത പ്രജി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഡെന്നിസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PK മോഹൻദാസ്, ലൈബ്രറിയൻ സെൽമ കൊച്ചുമാത്യു, രഘുകൃഷ്ണ, ബാലവേദി പ്രവർത്തകരായ കൃഷ്ണപ്രിയ, സംയുക്ത ബോസ് എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ KU ഹരിദാസ് നേതൃത്വം നൽകി. കവിതാലാപനം, ഗദ്യപാരായണം, കഥാരചന എന്നിവയും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,450 രൂപ, പവന് 1,15,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ചരമം പാവർട്ടി പനയ്ക്കൽ വാസു ഭാര്യ രമണി നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് എളവള്ളി പഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തും. സന്ധ്യ ഹരിഹരൻ, സിന്ധു അനിൽകുമാർ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി മങ്ങാട് മുതുകാട്ടിൽ രവീന്ദ്രൻ ഭാര്യ ശ്രീലത നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടത്തും. രഞ്ജിത്ത്, ശ്രീജിത്ത് എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ED റെയ്ഡിൽ മൗനം വെടിഞ്ഞ മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണിതെന്നും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ല. കോടതി അനുവദിച്ച കേസിൽ അന്വേഷണം തടയില്ലെന്നും മുഖ്യമന്ത്രി. CMRL എക്സാലോജിക് ഇടപാടിൽ നിർണായക തെളിവുകൾ ലഭിച്ചെന്ന ED. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്താനുള്ള തെളിവുകളുണ്ടെന്നും ED. കൊരട്ടിക്കരയിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെ കൊരട്ടിക്കര ജുമാ മസ്ജിദിന് സമീപമായിരുന്നു അപകടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.